മോനെ സൈമ ഒന്ന് പതുക്കെ പോടാ. എന്റെ പൊന്നേട്ട ഇങ്ങനെ പേടിക്കാതെ, പറഞ്ഞ സമയത്ത് ജീവനോടെ നിങ്ങളങ്ങ് എത്തിക്കാം പോരെ. ഈ പോക്കാണ് പോണെന്നുണ്ടെങ്കിൽ നമ്മള് രണ്ടുപേരും കൂടി കാലന്റെ കൂടെ ഇരുന്ന് കാപ്പി കുടിക്കേണ്ടി വരും. പാതിരാത്രി അല്ലയോ, കാലനക്ക് എപ്പോഴേ കിടന്നുറങ്ങി കാണും. നീ അതിനെ വണ്ടി താഴ്ത്തിറങ്ങി നോടിക്കടാ, മനുഷ്യന് തല കറങ്ങണ്. സൈമ ചവിട്ടറാ, എന്തിലോ തട്ടിടാ. ചേട്ടാ ഒരു നായി കുറുകാടിയതാ. നീ എന്നെ വേഗം വീട്ടിലെത്തിക്കാൻ നോക്ക്. നീ ഒന്ന് പോയേ, ശരി ഇനി കുറച്ചല്ലേ ഉള്ളൂ. ആ റാഫി പറയടാ. നീ ഓട്ടത്തിലാണോ? അതേടാ, ഞാൻ അവന്മാരെ കണ്ടിരുന്നു. പൈസ അടച്ചില്ലെങ്കിൽ അവന്മാര് വണ്ടി ഒന്ന് എടുത്തോണ്ടു. കയ്യില് 10 പൈസ എടുക്കാനില്ല. ഞാൻ ഈ സമയത്ത് എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കാനാ? എടാ ഇതൊന്നും പറഞ്ഞ അവന്മാര് കേൾക്കൂല. നീ എത്രയും വേഗം അവരെ ഇടപാട് തീർക്കാൻ നോക്ക്. കല്യാണം അതിന്റെ ചെലവ് എല്ലാം കൂടെ കയറി വന്നിട്ടാ ഇങ്ങനെയൊക്കെ. നീ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എന്തായാലും ഒരാഴ്ചക്കുള്ളിൽ സെറ്റിൽ ആക്കാടാ. നീ സെറ്റിൽ ആക്കണേ. ശരിടാ, ഞാൻ ഡ്രൈവിംഗിലാണ്, പിന്നെ വിളിക്കാം. ഓക്കേടാ, നീ വിളിക്കണേ. ശരി. ദൈവമേ, നല്ലൊരു ഓട്ടമായിരിക്കണേ. ഈ ഡോറും തുറന്നു തരും. ഓ അതിനെന്താ ചേട്ടാ, എന്തൊരു കഷ്ടാണ്. എൻ്റെ കയ്യിലൊരു ചെറിയ പെട്ടി ഉണ്ടായിരുന്നു, അത് അവിടെ എവിടെ കിടപ്പുണ്ട്, ഒന്ന് എടുത്തു തരും. എൻ്റെ കൈ വയ്യാനിട്ടാണ്. ചേട്ടാ ഇതാണോ? ആ അത് തന്നെ. ആ കുറച്ച് പതിയെ പൊക്കൂടെ? ചേട്ടാ ഈ കൈയുണ്ടോ? ഇത് വളയം പിടിക്കുന്നിടത്തോളം കാലം ഈ വണ്ടിയും ഇതിലെ യാത്രക്കാരും സേഫ് ആയിരിക്കും. അതൊക്കെ പോട്ടെ, ചേട്ടൻ്റെ പേരെന്തുവാ? വേണു. ഞാൻ സൈമൺ. ചേട്ടാ ഈ നെല്ലനാണോ താമസം? എവിടെയോ കണ്ട് പരിചയം പോലെ തോന്നുന്നു. ഞാനും ഇവിടെ അടുത്ത് തന്നെയാണേ, ആലന്തറ. ഞാൻ നെൽനാടായിരുന്നു താമസം. ആ പിന്നെ ഞാൻ ഈ നാടൊക്കെ വിട്ടു പോയിട്ട് ഒരു 6 വർഷമായി. ഇപ്പൊ എന്ന് തിരിച്ചിങ്ങോട്ട്? എൻ്റെ ഭാര്യയും മോളെ ഒന്ന് കാണണമായിരുന്നു. അതേ കൊള്ളാം. അപ്പൊ ചേട്ടാ ഇവിടെ നിന്ന് ഒറ്റയ്ക്കാണ് പോയേ? ഒറ്റയ്ക്ക് പോയതല്ലടോ, ഒളിച്ചോടി പോയതാ. ഒളിച്ചോടിയതോ? അതെന്തിനാ? ചേട്ടാ ഒരു മിനിറ്റ്. ഹലോ, എടി ഞാൻ ഓട്ടത്തിലാണ്, പിന്നെ വിളിക്കാം. ശരി. ആരാ? ഭാര്യ? ഇതുവരെ അല്ല ഏട്ടാ, ഇനി ആവും. ഞാൻ കെട്ടാൻ പോണ പെണ്ണാ. ആഹാ, കൊള്ളാലോ. ചേട്ടൻ്റെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളേ? ഭാര്യയും ഞാനും മോളും അടങ്ങുന്നൊരു കൊച്ചു കുടുംബം. അതാണ് എൻ്റെ ലോകം. സ്വന്തം എന്ന് പറയാൻ എനിക്ക് അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛനും അമ്മ ഇതവിടെ പോയി. നീ വന്നിട്ട് ഒരുപാട് നേരമായോ? ഒരു 1.5 മണിക്കൂർ ആയതേ ഉള്ളൂ. വാ. നിങ്ങളിത് എവിടെയായിരുന്നു? വിശന്നിട്ട് മനുഷ്യന് കണ്ണ് കാണാൻ വയ്യ. ഒന്ന് അടങ്ങടി, ഇപ്പൊ ഇങ്ങോട്ട് വന്ന് കേറിയല്ലേ ഉള്ളൂ. ആ പിന്നെ
നിനക്കൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. ഓ പിന്നെ മനുഷ്യനെ പട്ടിണിക്കിടണല്ലേ നിങ്ങളുടെ സർപ്രൈസ്. നിർത്തടി, ആ കൈയൊന്ന് നീട്ടിക്കേ. ഓ എന്തിനാ? നീട്ടുന്നേ. മോളെ, നീ അത് നിട്ട് കാണിച്ചേ. എങ്ങനെ ഉണ്ടെന്നറിയാലോ. അങ്ങനുണ്ട്. നന്നായിട്ടുണ്ട്. ചേട്ടാ, ചേട്ടോയ്, ആ ആ ഈ ലോകത്തുനിന്നല്ലേ? ചേട്ടാ, ഞാൻ അത്യാവശ്യമായിട്ട് ഒരു കോൾ ചെയ്തോട്ടെ. ആ ഓക്കെ. ഇവന്ത് വീണ്ടും വിളിക്കണ? ഡാ. എന്താടാ ഈ സമയത്ത്? എടാ പിന്നെ അത് എടാ, ഞാൻ ഒരു കാര്യം പറയുന്നത് നീ ശ്രദ്ധിച്ച് കേട്ടോ. എനിക്കൊരു ഓട്ടം കിട്ടി, അതിലൊരു കാര്യമുണ്ട്. എടാ അത് പിന്നെ എന്താടാ എന്ത് പറ്റി? എടാ, കാറിൽ കയറിയ ആളുടെ കയ്യിലൊരു പെട്ടിയുണ്ട്. പെട്ടിക്കകത്ത് വിലപിടിപ്പുള്ള എന്തോ സാധനമുണ്ട്, ഉറപ്പാണ്. എടാ, ഞാൻ എന്താ ചെയ്യേണ്ടത് നീ പറ. എന്താ പറയടാ. ഡാ, പെട്ടിക്കകത്ത് എന്തെങ്കിലും ഉണ്ടെന്നുള്ളത് നിനക്ക് ഉറപ്പാണോ? എടാ, അത് ഞാനൊന്നും കണ്ടില്ല, പക്ഷെ അയാളുടെ സംസാര രീതിയൊക്കെ വെച്ച് നോക്കുമ്പോ ആ പെട്ടിക്കകത്ത് വിലപിടിപ്പുള്ള എന്തോ ഉണ്ടെന്നുള്ള ഉറപ്പാണ്, യാതൊരു സംശയമില്ല. ഡാ, നീ ഒരു കാര്യം ചെയ്യ്, നീ നൈസ് അതം കടിച്ചു മാറ്റി. എടാ, അത് സാർ ഒരു ഓട്ടം വന്ന് കോളൊന്ന് പുറത്തോട്ടിറങ്ങി. ഈ ഏരിയ ഇത്ര ശരിയല്ല. ഓ എടുത്തോണ്ട് പോ. ഹലോ ഹലോ, എന്താടാ അവിടെ? എടാ ഒന്നുമില്ല, നീ പറ, ബാക്കി പറ. എന്തായാലും അതിനകത്ത് വിലപിടിപ്പുള്ള എന്തെങ്കിലും കാണും. കിട്ടിയാൽ നിനക്ക് നല്ലതല്ലേ? എന്നാലും അത് ശരിയാവൂ? എടാ, ഇതുപോലത്തെ ഒരു അവസരം നിനക്ക് ജീവിതത്തിൽ കിട്ടണമെന്നില്ല. എന്നാ ട്രൈ ചെയ്ത് നോക്ക്. നീ പറഞ്ഞൊക്കെ ശരിയാണ്, ഞാൻ നോക്കടാ. സോറി ചേട്ടാ, എനിക്ക് അത്യാവശ്യം ഒരു കോളേ ഉണ്ടായിരുന്നു. ആ പോസ്റ്റ് കയറി പിടിച്ച് കൈമൊത്തം പൊടിയായി. നമുക്കിപ്പോ തന്നെ പോവാം. ഓക്കെ. ആ ചേട്ടാ, ഒളിച്ചോടിയ കഥ പറഞ്ഞില്ലല്ലോ. അമ്മ എന്തേ മോളെ? അമ്മ പുറത്തേക്ക് പോയിരിക്ക. എന്താ അച്ഛാ? മോളെ, അമ്മ നിന്റെ കയ്യിൽ കാശ് എന്തെങ്കിലും തന്നിട്ട് പോയോ? ഇല്ല. എന്തിനാ? അച്ഛന് കുറച്ച് പൈസയുടെ ആവശ്യം ഉണ്ടായിരുന്നു മോളെ. അമ്മ ഇവിടെ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടോന്ന് അറിയാവോ? എന്റെ പൊന്നച്ഛ, ഇവിടെ ഭക്ഷണം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ വാങ്ങാനുള്ള കാശ് പോലും ഇല്ല. ആ പാവ അമ്മ ഇരുന്ന് കടം വാങ്ങാൻ പോയിരിക്കുക. അച്ഛനിപ്പോ ഈ കാശ് കള്ളു കുടിക്കാനാണെന്നൊക്കെ എനിക്കറിയാം. അടുത്ത ആഴ്ച എനിക്ക് കോളേജിൽ എക്സാം ഫീസ് അടയ്ക്കാനുള്ളതാ. അതിനെപ്പറ്റി വല്ല ബോധമുണ്ടോ? എവിടെ? നിർത്തലേ, ഇത്രയും കാലം നിന്നെയൊക്കെ ഞാനല്ലേ നോക്കിയത്. ഇപ്പൊ ഒരു കഷ്ടകാലം വന്നപ്പോ ഞാൻ നിങ്ങൾക്ക് കൊള്ളരുതാത്തവനായി. അയ്യോ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. നമ്മുടെ അവസ്ഥ ഞാനൊന്ന് അച്ഛനെ ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. എനിക്ക് മറവി രോഗമൊന്നുമില്ല, എല്ലാം ഓർമ്മയുണ്ട്. മനുഷ്യ ഇവിടെ കൈവേദന എടുത്തിരിക്കുമ്പോ അവളുടെ ഒരു പ്രസംഗം. അത്രയ്ക്ക് വയെങ്കിൽ ഹോസ്പിറ്റലിൽ പോണം, അല്ലാതെ കള്ളു കുടിച്ച് നടക്കല്ല വേണ്ടത്. മോളെ, ഞാനൊരു കാര്യം പറഞ്ഞ അനുസരിക്കൂ. എന്താ? ഈ കഴുത്തി കിടക്കുന്ന മാല നമുക്ക് പണയം വെച്ചാലോ? ഉടനെ എടുത്തേ. പറ്റില്ല അച്ഛാ. ഈ വീട്ടിൽ ആകെ ഉള്ളൊരു തരി സ്വർണ്ണം ഇതാ. ഇത് ഞാൻ തരില്ല. എടി, ഉറപ്പായും തിരിച്ചെടുത്ത് തരാം. അതുവരെ നമുക്കൊന്ന് പിടിച്ചു വയ്ക്കാമല്ലോ. അടുത്ത ആഴ്ച മുതൽ ഞാൻ വേറൊരു ജോലിക്ക് പോവാ. ഇത് ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ മാല തരില്ല. ഇതും കഴുത്തിലിട്ട് പോയിട്ട് നിനക്ക് ആരെ കാണിക്കാനടി? തിരിച്ചു തരാന്ന് ഞാൻ പറഞ്ഞല്ലേ. മര്യാദയ്ക്ക് ചോദിച്ച അഹങ്കാരം. എന്ത് പണിയായിട്ടാ നിങ്ങൾ കാണിച്ചത്? ഒന്നുമില്ലാതെ നിങ്ങളെ മോളല്ലേ? തെറ്റുകൾ എല്ലാവരും ചെയ്യാറുണ്ട്. ചിലർ അറിഞ്ഞുകൊണ്ട്, ചിലർ അറിയാതെ.
അറിഞ്ഞുകൊണ്ടായാലും അറിയാതായാലും ഞാൻ ഇങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്തിട്ടില്ല, ഇനി ചെയ്യത്തുമില്ല. അതൊക്കെ നിന്റെ വിശ്വാസമല്ലേ? അറിഞ്ഞുകൊണ്ടില്ലായിരിക്കാം, പക്ഷേ അറിയാതെ നീ ചിലപ്പോ ഇതിനേക്കാൾ വലിയ തെറ്റുകൾ ചെയ്തു കാണും. അതൊരിക്കലും ഇല്ല. ഒരിക്കൽ നീ അതിനെക്കുറിച്ച് പശ്ചാത്തപിക്കും. അതെന്തേലും ആവട്ടെ, ചേട്ടൻ ബാക്കി പറ. പിറ്റേന്ന് വീട്ടിലെത്തിയപ്പോഴാണ് ഞാനിതൊക്കെ അറിയുന്നത്. ആ അപകടത്തിൽ എൻ്റെ മോൾക്ക് സംസാരശേഷി നഷ്ടപ്പെട്ടു. അവളെ കാണാൻ ഹോസ്പിറ്റലിലെത്തിയ എന്നെ ഭാര്യയും വീട്ടുകാരെ സമ്മതിച്ചില്ല. അവളുടെ ചികിത്സയ്ക്ക് ഒരുപാട് പണം ആവശ്യമുണ്ട്. എന്നിട്ട് സ്വന്തമായ ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്ത ഞാൻ എവിടെ നിന്ന് ഒപ്പിക്കാനാണ് ഇത്രയും പണം? അങ്ങനെ അവസാനം ഞാൻ ഇവിടെ നിന്ന് നാട് വിട്ടു. പട്ടിണി കിടന്നും പട്ടിയെപ്പോലെ പണിയെടുത്തും കുറെ കാശ് ഞാൻ ഉണ്ടാക്കി. അപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം മനസ്സിലാക്കിയത്. എന്താ ചേട്ടാ? എൻ്റെ കൈവിറയലിനും ശരീരവേദനയ്ക്കും കാരണം മറ്റൊന്നായിരുന്നു, ബോൺ ക്യാൻസർ. ഞാനത് അറിഞ്ഞപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയി. അതിൻ്റെ പരിണിത ഫലമാണ് എൻ്റെ ഈ കൈ. എനിക്ക് വേണ്ടി നീ ഒരു ഉപകാരം ചെയ്യണം. എന്താ ചേട്ടാ? ആ പെട്ടി എൻ്റെ വീട്ടിൽ കൊടുക്കണം. ഞാനോ? അത് ചേട്ടനും കൊടുത്താ പോരെ? അതിനല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നത്. എൻ്റെ ഈ അവസ്ഥയെക്കുറിച്ചൊന്നും എൻ്റെ വീട്ടുകാർക്കറിയില്ല. അവരറിയാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ ഇനി എത്ര കാലം ഉണ്ടാകുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. എന്നാലും അത് ശരിയാവോ? ഒരെന്നാലും ഇല്ല. നീ ഇത് കൊടുത്തിട്ട് വരുന്നവരെ ഞാൻ വണ്ടി തന്നെ കാണും. എന്നിട്ട് നീ എന്നെ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലാക്കി തന്നാൽ മതി. നാളെ രാവിലെ തന്നെ ഞാൻ തിരിച്ചു പോകും. ആരാ മനസ്സിലായില്ല? ഈ ഔസേപ്പ് എന്ന് പറയുന്ന ആളുടെ വീട് ഇതാണോ? ഒരു ഡെലിവറി ഈ ഉണ്ടായിരുന്നു. പാതിരാത്രിയിലോ? സാധനം കൈ കിട്ടിയപ്പോ വൈകി. പിന്നെ അഡ്രസ്സൊക്കെ തേടി പിടിച്ച് വന്നപ്പോ ശകലം താമസിച്ചു. താൻ അഡ്രസ് എന്ന് പറഞ്ഞേ. ഔസേപ്പ് കുഞ്ഞ്, മാളിക്കൽ വീട്, നെല്ലനാട്. അങ്ങനെ ഒരു വീടടുത്തൊന്നുമില്ല. ഇതിനടുത്ത് ചർച്ച വല്ലതും ഉണ്ടോ? അതിനടുത്തെന്നാ പറഞ്ഞേ. ഇവിടെ ചർച്ചും അമ്പലം പള്ളിയൊന്നുമില്ല. പാതിരാത്രി വഴിയും ചോദിച്ചു വന്നിരിക്കുന്നു. താൻ പോകാൻ നോക്കി. ദീപു നിർത്തടാ. വീട്ടിൽ കയറി വരുന്നവരോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നേ? അനിയ, ആ. കുറച്ച് അങ്ങോട്ട് പോകുമ്പോഴേ അപ്പുറത്തായിട്ട് ഒരു പള്ളിയുണ്ട്, അവിടെ ചെന്നൊന്ന് അന്വേഷിക്കേ. ശരി ചേച്ചി. അതെ, അങ്ങോട്ടുള്ള വഴി മോശമാണ്, ഒന്ന് സൂക്ഷിച്ചു പോണേ. ഓ ശരി. എന്താ ഞാൻ ചെയ്യണ്ടേ? വീട് മാറി വന്നതാ മോളെ. മോള് കഴിച്ചോ, ഞാൻ വന്നോളാം. എന്താടാ താൻ പോകുന്നില്ലേ? ഇത് വേണിച്ചേന്റെ വീടല്ലേ? അതെ, എന്റെ അളിയനാണ് വേണു. എന്താ? ചേച്ചി, ഞാൻ പുള്ളിയുടെ വൈഫാണ്. ആ ഇത് വേണിച്ചേട്ട ഇവിടെ തരാൻ വേണ്ടി ഏൽപ്പിച്ചതാ. ഞങ്ങളുടെ ബാധ്യതയെല്ലാം തീർത്ത് ഒരു നോക്ക് ഞങ്ങളെ കാണാതെ പൊയ്ക്കളഞ്ഞല്ലോ. അല്ല, നിങ്ങൾ എന്തിനാ കരയുന്നേ? ചേച്ചി സങ്കടപ്പെടണ്ട. ചേട്ടാ എവിടെയും പോയിട്ടില്ല, എന്റെ കൂടെ കാറിലുണ്ട്. സത്യമാണ്, അതിന്റെ തിരുപ്പുണ്ട്. ഡോ താനിങ് വന്നേ. എന്താ കാര്യം? ഡോ താൻ എന്ത് ഭ്രാന്താണോ ഈ പറയുന്നത്? ഏ? ഒന്നാമത് വീട്ടിലെല്ലാവരും വിഷമിച്ചിരിക്കുവോ, അതിനിടെ കൂടെ തന്റെ... ഞാൻ എന്ത് പറഞ്ഞു എന്നാ നിങ്ങൾ ഈ പറയണേ?
ആ പാവം ചേച്ചി മോളിൽ നിന്ന് കരയുന്നു. ആ ചേട്ടൻ എന്നോട് വണ്ടിയിലുണ്ട്. എടോ, അളിയൻ മരിച്ചിട്ട് 1 മാസമായിട്ടുള്ളൂ. എന്താ നിങ്ങൾ ഈ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. 1 മാസം മുന്നേ മരിച്ച ആളാ തന്റെ കൂടെ കാരണമുണ്ടെന്ന് താൻ പറയുന്നത്. നിങ്ങൾക്ക് ആള് മാറിയതായിരിക്കും. ചേട്ടൻ എന്റെ കൂടെ വണ്ടിയിലുണ്ട്. വാ കാണിച്ചു തരാം. ചേട്ടാ, വേണു ചേട്ടാ. എവിടെയാടോ? ഓ, എവിടെ? വേണു ചേട്ടാ, അപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ, അത് അളിയനൊന്നും അല്ല. താനിങ്ങ് വന്നേ. തനിക്ക് ആള് മാറിയതാവും. താൻ പോവാൻ നോക്കി. ഇതാണ് വേണുളിയൻ. നീ കുറച്ചു മുന്നേ കണ്ടെന്ന് പറഞ്ഞ ആള്. തനിക്കെന്തോ തെറ്റുപറ്റിയത്? ഒരു മാസം മുമ്പ് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് വെച്ച് ഏതോ ഒരു വണ്ടി ഇടിച്ച് തെറിച്ചത്. രാത്രി ആയതുകൊണ്ട് ആരും കണ്ടില്ല. രാവിലെയാണ് ബോഡി എല്ലാവരും കണ്ടത്. അതുമാത്രമല്ല, വേണുളി മരിച്ചു കിടക്കുന്നതിൻ്റെ കുറച്ചപ്പുറത്തായി ഒരു നായയും ചത്തിടപ്പുണ്ടായിരുന്നു. ആദ്യം എല്ലാവരും കരുതിയത് നായയെന്ന. പിന്നീടാണ് കാടിനുള്ളിൽ മരിച്ചു കിടക്കുന്ന അളിയനെ കണ്ടത്. എന്നാ ഈ ആക്സിഡന്റ് നടന്നേ? 1 മാസം കഴിഞ്ഞു. കറക്റ്റ് ആയിട്ടുള്ള ദിവസം പറയാമോ? അത് ഡിസംബർ 3 തിങ്കളാഴ്ച. തെറ്റുകളെല്ലാരും ചെയ്യാറുണ്ട്. പക്ഷേ അറിയാതെ നീ ചിലപ്പോ ഇതിനേക്കാൾ വലിയ തെറ്റുകൾ ചെയ്തതാണ്. ഒരിക്കൽ നീ അതിനെക്കുറിച്ച് പശ്ചാത്തപിക്കും. എന്താ പറ്റി? പോട്ടെ. ഓക്കെ ഓട്ടെ. താരാട്ടിനീണം പെയ്തലിഞ്ഞു വാത്സല്യനാളം മാഞ്ഞു പോകയോ ഓർമ്മകൾക്കു
വേദന മൂകചേതന മകളേ